തആല ബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ. ദുനിയാവിൽ നമ്മൾ എങ്ങനെ ജീവിച്ചാലും ആഖിറാണ് നമുക്ക് ഏറ്റവും വലിയ സമ്പാദ്യം. ആഖിറാണ് നമുക്ക് ഏറ്റവും വലിയ സമ്പാദ്യം. ദുനിയാവ് ശരിക്കൊരു കൃഷി സ്ഥലമാണ്. ദുനിയാവ് അദ്ദുനിയ മസറത്തുൽ ആഖിറ. ദുനിയാവ് നമ്മൾ നല്ലോണം നട്ടുപിടിപ്പിച്ചാൽ നാളെ എന്തുണ്ടാവും? അത് ആഖിറത്തേക്ക് ഉണ്ടാവും. അപ്പോ നമ്മൾ ഇൻഷാ അല്ലാഹ് ദുനിയാവിൽ നമ്മൾ കുറേ ഇതിങ്ങനെ നട്ട് പിടിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പിന്നെ എനിക്ക് എത്തിമക്കൾ പ്രത്യേകിച്ച് ആമീൻ പറയാൻ കേട്ടോ. ഒരു ആമീൻ്റെ പവർ മാത്രമേ നമുക്കുള്ളൂ. പിന്നെ അങ്ങോട്ട് പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം, ഇപ്പൊ കബീർ അൻവർ പറഞ്ഞ പോലെ എന്തിനാണ് ഇപ്പോൾ ഇത് നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുക്കണ്, എന്തിനാ അതിൻ്റെ ആവശ്യം എന്ന് ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്നോട് ഇന്നലെ ഒരാൾ വിളിച്ച് ചോദിക്കാം, നിങ്ങൾ 70 എത്തിയും കുട്ടികളെ കെട്ടിച്ചതിന്റെ തെളിവ് എന്താണ്? എന്താ പിന്നെ അവനോട് പറയാം? ഇന്നലെ എന്നോട് ചോദിക്കാം, നിങ്ങൾ 70 കുട്ടികളെ കെട്ടി, നിങ്ങൾക്കറിയോ ഞാൻ എത്ര കുട്ടികളെ കെട്ടി? നിങ്ങൾക്കറിയോ? അറിയോ? ഇല്ല, നിങ്ങൾക്കും അറിയില്ല. ഇതാണ് പിന്നെ ഓൽക്കറിയില്ലല്ലോ. എന്നാ എത്ര കെട്ടിച്ചിങ്ങനെ പറഞ്ഞാണ്? കറക്റ്റ് ഒരാൾ ഉത്തരം പറഞ്ഞാണ്. ഞാൻ പറഞ്ഞൊക്കെ തെറ്റാണ്. കറക്റ്റ് ഒരാൾ എത്ര കുട്ടി? 70 75 80 70 കുട്ടികളെ നമ്മൾ കെട്ടിച്ചു. ഈ 70 കുട്ടികളെ ഞാൻ കെട്ടിച്ചു വിട്ടത് എൻ്റെ പോക്കറ്റിൽ പൈസ എടുത്തിട്ടല്ല. ആണോ? അല്ല. എന്നാ എൻ്റെ ഉണ്ടേനും ഒരുപാട് ആളുകൾ നമുക്ക് തന്ന പൈസകൾ കൊണ്ടാണ് ഈ 70 യതീം മക്കളെ നമ്മൾ കെട്ടിച്ചു വിട്ടത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം കേൾക്കണോ? ഒരു അരമണിക്കൂർ മുമ്പ് സയ്യിദലി ഉസ്താദ് ഒരു മോതിരം എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു, ഒരാളെ കല്യാണം ശരിയായി അല്ലേ, ഒരാളെ കല്യാണം ശരിയായി, അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂല, അത് വായിക്കാണ്, ഇങ്ങോട്ട് വരാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഒരാൾ സ്വർണ്ണം ഏൽപ്പിച്ചു. അപ്പൊ എന്തായിട്ട് ഇന്നെ കൊണ്ട് ഇത് വീഡിയോ എടുപ്പിച്ചു, സ്വർണം കിട്ടിക്കണിട്ടോ എന്ന് പറഞ്ഞിട്ട്. സയ്യിദുൽ ഉസ്താദ് അതെന്താ? അത് തന്നിക്കണോ ഇല്ലേ എന്നുള്ളത് ആർക്കറിയില്ല. കൊടുത്തയച്ച ആൾക്കറിയോ? അറിയില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊന്നും നമ്മൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്കെന്തില്ല, അതൊന്നും ഒരു ആവശ്യമില്ല. ഇപ്പൊ ഇവിടെ കുറെ എത്തിയ മക്കളെ കവർ കിട്ടി, നമ്മൾ ആരും അറിയാതെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പക്ഷെ പാവങ്ങളൊക്കെ വിളിച്ചാൽ വരൂല്ലേ. അപ്പോ മുന്നില് അപ്പോ ആരും ഒരാൾ കുറെ ആളുകൾ ഇപ്പൊ എന്താട്ടി നമുക്ക് പൈസ തന്നു, കുറെ ആൾക്കാർ ഇപ്പൊ നമുക്ക് പൈസ തന്നു. നമ്മളിത് ആരും അറിയാതെ നമ്മൾ എന്താണ് ഇത് കൊടുക്കുമ്പോ സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കും, തങ്ങൾ എങ്ങൾക്ക് കിട്ടുന്ന പൈസക്ക് എന്താ കാട്ടണ് ചോദിക്കും. നിങ്ങളും ചോദിക്കും, അറിയാം നിങ്ങളൊക്കെ പേടി വെച്ച്. അപ്പൊ ഇതൊക്കെ ജനങ്ങൾ തരുന്ന പൈസ നമ്മൾ ഏത് വകക്ക് ചെലവാക്കുന്നുണ്ട് എന്ന് ആരറിയണം? കവിയാനൂർ പറഞ്ഞ ഒരാൾ 1 ലക്ഷം റുപ്യ എന്ന കിണറിന്, ആ കിണർ കുഴിച്ചപ്പോ 1,09,000 ചെലവുണ്ട്. എത്ര? 1,09,000. നമ്മൾ എത്ര കൊടുത്ത്? 1 ലക്ഷം. അവർ ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം എന്താ? ഈ 1 ലക്ഷം റുപ്യ കൊടുത്തത് അവര് കണ്ടു. പക്ഷെ അതിന് മുന്നേ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിരുന്നു. ഒരാൾക്ക് 50, ഒരാൾക്ക് 50, അങ്ങനെ കൊടുത്ത അവിടെ എന്താവില്ല, എത്തൂല. ഇപ്പൊ ഞാൻ ആരും അറിയാതെ ഞാൻ എന്താട്ടി ആ പൈസ ഞാൻ എടുത്തു വെച്ചു, ഞാനൊരു കിണർ കുഴിച്ചിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞാൽ എന്തായി? ഓലിക്കറിയോ? അപ്പോ നമ്മൾ എന്ത് ചെയ്താലും ജനങ്ങളെ മുമ്പിൽ ഞാൻ എന്താണ്? ഒരു തെറ്റുകാരനാണ്. മനസ്സിലായോ? വട്ടമിട്ട് പറക്കുകയാണ് ആൾക്കാർ. എന്തിനറിയോ? ഇത് എങ്ങനെങ്കിലും ഗേറ്റ് ഒന്ന് പൂട്ടാൻ. അള്ളാഹു ഖിയാമത്ത് നാൾ അള്ളാഹു നിലനിർത്തി തരട്ടെ. യതീം മക്കൾക്ക് ഒരുപാട് കാലം. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ സലാത്തിന് വന്നോ? ആൾക്കാർ ഇവിടെ ഉണ്ടോ? ഒന്ന് കൈ പൊക്കി കഴിഞ്ഞ സലാത്തിന് വന്നവര് കൈ താത്തി. ഈ നമ്മൾ നോക്കുന്ന